ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്ലീനിങ്ങും ടിപ്സും ഒക്കെ ആയിട്ടാണ് വന്നത്. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ റംസാൻ തുടങ്ങുന്നതിന് മുന്നേ ഉള്ളൊരു ക്ലീനിങ് ആണ്. നമ്മൾ വീക്കിലി ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഭാരപ്പെട്ട പണിയല്ല. എന്നാലും നോമ്പിന് മുന്നേ എല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ വെറ്റ് വൈപ്സ്. എല്ലാവർക്കും അറിയാൻ പറ്റും കണ്ടാൽ. നമ്മൾ അത് വെച്ചിട്ടാണ് എല്ലാ സ്ഥലവും ക്ലീൻ ചെയ്യുന്ന ദിവസങ്ങളിൽ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ആദ്യത്തെ ഒരു പണിയാണ് മാറാല അടിച്ചിടുക എന്നുള്ളത്. അത് കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള പണികൾ ചെയ്യാൻ പറ്റൂ. നമ്മൾ വീക്കിലി ഇതൊക്കെ ചെയ്യുന്നതാണെങ്കിലും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പെട്ടെന്ന് തന്നെ വീടിനുള്ളിലെല്ലാം തന്നെ മാറാല കയറാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആ പരിപാടിയെല്ലാം അങ്ങ് ചെയ്തു. പിന്നെ മാറ്റൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ മാറ്റിലൊന്നും വലിയ അഴുക്കൊന്നുമില്ല. പിന്നെ മക്കൾ കളിക്കുന്ന ഏരിയയിലായിരിക്കും കുറച്ചുകൂടി അഴുക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി മാറ്റെല്ലാം എടുത്തിട്ട് പുറത്തൊന്ന് കൊണ്ടുപോയി തട്ടി ക്ലീൻ ചെയ്ത് ഒന്ന് വാക്കൊക്കെ ചെയ്തിട്ട് അകത്തേക്ക് വെക്കാമെന്ന്. അപ്പോഴാണ് നിങ്ങൾ ഇതൊന്ന് കാണിക്കണം എന്ന് തോന്നിയത്. ഇത് നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ എടുക്കുന്നതും ഒക്കെ വേസ്റ്റാണ്. അതൊന്ന് ഉണക്കിയിട്ട് പൊടിച്ച് നമ്മൾ ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അതിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 15 ദിവസം കൂടുമ്പോഴൊക്കെയാണ് അത് ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ വെയിലായതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ മാറ്റെല്ലാം പുറത്ത് ക്ലീൻ ചെയ്യാൻ കൊണ്ടിട്ടുണ്ട്. വന്നതിന് ശേഷം നമ്മൾ വോളിലെല്ലാം ഹാങ് ചെയ്തിരിക്കുന്നതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. കാരണം അതിനകത്തൊക്കെ നല്ലോണം പെട്ടെന്ന് പൊടി കയറും. ഇപ്പോൾ നമ്മൾ ജനാലയൊക്കെ എപ്പോഴും തുറന്നിടുന്നത് കൊണ്ട് തന്നെ റോഡിലൂടെ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ഉള്ള പൊടി ഉള്ളിലേക്ക് കയറും. പിന്നെ മിക്കപ്പോഴും നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ ലാഡറൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഫാനൊക്കെ ക്ലീൻ ചെയ്യും. ഇന്നിപ്പം വലിയ അഴുക്കൊന്നും ഫാനിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലുള്ള മാറാലയൊക്കെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്തു. പിന്നെ നമ്മൾ ഇതേപോലെ വെച്ചിരിക്കുന്ന ഷോ പീസസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ അടിഭാഗത്തൊക്കെ പൊടി ഇതേപോലെ നിൽക്കും. അപ്പോൾ അതും നമ്മൾ വൈപ്സ് വെച്ചിട്ട് ഓരോന്നും എടുത്തിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. കാരണം കുറേയൊക്കെ പൊട്ടിപ്പോകുന്ന ഐറ്റംസൊക്കെയാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുമ്പോഴും അതിൻ്റെ അടിയിലൊക്കെ നല്ല പൊടിയുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു. പിന്നെ ചെടി ഞാൻ നേരത്തെ ഇതേപോലെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ വൃത്തിയാക്കുന്ന ദിവസം എല്ലാം തന്നെ ആ ചെടിയുടെ പോട്ടെല്ലാം ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് പുതിയ വെള്ളമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കും. വെള്ളം തീരുമ്പോൾ ചിലപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ദിവസം അതെല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി പുതിയ വെള്ളം വെച്ചിട്ട് ചെടിയുടെ വേരെല്ലാം ഒന്ന് കഴുകിയിട്ട് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ ആ ചെടി ഇരിക്കുന്ന ആ ഒരു സ്പേസും നമുക്കൊന്ന് വൃത്തിയാക്കാൻ പറ്റും. പിന്നെ ഫ്രഷായിട്ട് പുതിയ വെള്ളത്തിൽ അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ആ പരിപാടികളെല്ലാം തന്നെ ചെയ്തു. ഇങ്ങനെ കുറേ സ്ഥലത്ത് ഞാൻ ഇതേപോലെ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല പണിയാണ് ഈ ക്ലീൻ ചെയ്യുന്ന ദിവസം. പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ആ ഒരു ക്ലോത്ത് എല്ലാം ഒന്ന് എടുത്ത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന ഐറ്റംസ് എല്ലാം ഒന്ന് എടുത്ത് മാറ്റി നമ്മൾ ടേബിളെല്ലാം ഒന്ന് തുടച്ചു കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിന്നെ തൂത്തിട്ട് തുടയ്ക്കലും ഒക്കെ നടക്കത്തുള്ളൂ. പിന്നെ കുറേ ഫോട്ടോസ് എല്ലാം നമ്മളിങ്ങനെ വോളിലൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലും ഒക്കെ ഇങ്ങനെ പൊടി വന്ന് നിൽക്കും. നമ്മൾ എത്ര തുടച്ചാലും പിന്നെയും പൊടി വരുമ്പോൾ ആ ഫോട്ടോ ഒക്കെ ഒന്ന് ഡള്ളാവും. ആ ഫോട്ടോ ഇരിക്കുന്ന വോളിൻ്റെ അടിവശവും സൈഡും ഒക്കെ പൊടി കാണും. അപ്പോൾ അതെല്ലാം ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് വൈപ്സ് വെച്ച് തുടച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോസിലൊക്കെ മെയിനായിട്ട് മക്കളുടെ കുഞ്ഞിലത്തെ ഫോട്ടോസും അവരുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫോട്ടോസും ഒക്കെ ഇതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതപ്പം ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ എപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുക്കാറുമുണ്ട്. പിന്നെ ഇതേപോലെ നമ്മൾ സ്റ്റെയറിൻ്റെ കമ്പികളും ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. എപ്പോഴും ക്ലീൻ ചെയ്താൽ അങ്ങനെ പൊടി ഉണ്ടാവാറില്ല. നമുക്കങ്ങനെ വരാറില്ല. കാരണം എപ്പോഴും ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല നീറ്റായിട്ടിരിക്കുവാണ്. പിന്നെ എന്തായാലും ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാം ഒന്ന് തുടച്ചു കൊടുക്കും. അപ്പം ആ ഒരു കമ്പികളിലെല്ലാം വൈപ്സ് ഇട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു. ജസ്റ്റ് മാറാല തട്ടി ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തു നിലത്തെല്ലാം നല്ലോണം പൊടിയായെന്ന്. അപ്പോൾ പിന്നെ അത് ആദ്യം തന്നെ ഞാനങ്ങ് ഒന്ന് ചൂല് വെച്ചിട്ട് തൂത്ത് മാറ്റി. അതൊന്ന് തൂത്ത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് വാക്വം ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അതെല്ലാം ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് തൂത്ത് വൃത്തിയാക്കി എടുത്തു. പിന്നെ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റലാണ്. അപ്പോൾ ബെഡൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെ സൈഡിലത്തെ എല്ലാം പൊടിയെല്ലാം ഒന്ന് എടുത്തതിന് ശേഷം പുതിയ ഷീറ്റെല്ലാം വേണ്ടി വിരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പിന്നെ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അങ്ങനെ ഓരോരോ റൂമാണ് പതിയെ ക്ലീൻ ചെയ്ത് മാറുന്നത്. ഒറ്റ സ്ട്രെച്ചിന് നമ്മൾ ഇതെല്ലാം കൂടി ചെയ്യുമ്പം നല്ലൊരു പണിയാണ്. പിന്നെ അധികം പൊടിയും അഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മൾ ആ ചൂല് കൊണ്ടിട്ട് എല്ലാം തൂത്ത് കഴിഞ്ഞാലും നമ്മുടെ ജനലിൻ്റെ സൈഡിലൊക്കെ ചെറിയ ഏരിയകളിലൊക്കെ ഇങ്ങനെ പൊടി കാണും. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കണം. എന്തായാലും വാക്വം ക്ലീനർ എടുക്കണം.
അപ്പം ഞാൻ പിന്നെ എല്ലാം മൊത്തത്തിലൊന്ന് വാക്വം പിടിക്കാമെന്നുള്ള പ്ലാനിൽ വാക്കമൊക്കെ സെറ്റ് ചെയ്തു. ഇതേപോലെയുള്ള ഏരിയയിലൊക്കെ നമുക്ക് ഈ വാക്കത്തിൻ്റെ ചെറിയ ബ്രഷ് വെച്ചിട്ട് പിടിച്ചാൽ പെട്ടെന്ന് ആ പൊടിയും മാറാലെ അഴുക്കും ഒക്കെ വേഗം തന്നെ ഇങ്ങ് പോയിട്ട് അവിടെ ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് തുണി വെച്ച് തുടച്ചാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം ഞാൻ പിന്നെ ഫുള്ളും വാക്കം ഒന്ന് പിടിച്ചു. ആ പരിപാടി കഴിയുമ്പോൾ തന്നെ പകുതി പൊടിയും അഴുക്കും എല്ലാം പോകും. അപ്പോൾ ഇതേപോലെ തൂത്തെടുക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലോണം അഴുക്കുണ്ടെന്ന്. അപ്പോൾ ഓരോ ഭാഗം തൂത്തെടുത്തിട്ട് ഞാൻ പിന്നാലെ വാക്വം പിടിക്കുന്നുണ്ട്. പിന്നെ ഇനി ബാത്റൂം ക്ലീനിങ് ആണ് അടുത്ത മെയിനായിട്ടുള്ള ടാസ്ക്. അപ്പോൾ ഞാൻ നമ്മുടെ ബാത്റൂമിൻ്റെ സിങ്കും അതിൻ്റെ ഭിത്തിയും ഒക്കെ കഴുകാനായിട്ടുള്ള ഒരു ചെറിയ ടിപ്പും കൂടിയാണ് കാണിക്കുന്നത്. നമ്മുടെ ലിക്വിഡ്, പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡ് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് കുറച്ച് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിനെഗറും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നിങ്ങൾ എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു പൈപ്പിൻ്റെ ആ ഒരു ഏരിയയിലും നമ്മുടെ സിങ്കിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്, അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു യൂസ് ചെയ്യാത്ത പഴയ ബ്രഷ് എന്തെങ്കിലും എടുത്ത് ഈ ലിക്വിഡും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ നല്ല വൃത്തിയായിട്ട് കിട്ടും. വലിയൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പം ഞാനൊരു ബ്രഷ് എടുത്തിട്ട് വന്ന് പൈപ്പിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ സിങ്കൊക്കെ വൃത്തിയാക്കുന്ന ഒരു സ്ക്രബ്ബർ കൊണ്ടുവന്നിട്ട് എല്ലാം ഉരച്ച് നല്ലോണം വൃത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് നല്ലോണം മനസ്സിലാകും. അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് നന്നായിട്ട് ക്ലീനായി കിട്ടും. അപ്പോൾ വിനെഗർ ഉപ്പുമൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾ ഇനി സിങ്കും നിങ്ങളുടെ ബാത്റൂമിൻ്റെ വോളും ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു ടിപ്പും കൂടി ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. അപ്പം ഞാൻ പിന്നെ വോളിലെല്ലാം ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ച് കഴുകി കഴിയുമ്പോൾ നല്ലൊരു ഡിഫറൻസാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ബാത്റൂം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് കൊണ്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫ്ലോറും ഒക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഒരു റൂമിലെ അലമാരയുടെ പൊസിഷൻ ഒന്ന് ജസ്റ്റ് മാറ്റണമായിരുന്നു. ഈ ഒരു അലമാര മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബാക്കിയെല്ലാം ഫിക്സഡ് ആണ്. അപ്പോൾ അതെല്ലാം ഒന്ന് മൂവ് ചെയ്ത് അതിൻ്റെ ബാക്കൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ ഈ കാണുന്ന ഐറ്റം ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് ജനാലയുടെ കമ്പി ഇതിനകത്തൊരു വെറ്റ്നെസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പം ആ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു ഐറ്റമാണ്. അത് വെച്ചിട്ട് നമുക്കിങ്ങനെയുള്ള ഏരിയ എല്ലാം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും, അതിനകത്തെ ഒരു വെറ്റ്നെസ് കാരണം. അപ്പോൾ അത് പുതിയ ഒരെണ്ണം ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് എല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മക്കളുടെ സ്കൂളിൽ കൊണ്ടുപോകുന്ന സ്നാക്സൊക്കെ ഉള്ള ബോക്സിൽ കുറേയൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഫില്ല് ചെയ്യാനുള്ളതൊക്കെ പാക്കറ്റിലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പഴയ പാക്കറ്റ്സ് എല്ലാം എടുത്ത് മാറ്റി പുതിയതൊക്കെ അതിൽ ഫില്ല് ചെയ്തു. പിന്നെ കിച്ചണിൽ എടുത്ത് ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഉപയോഗിക്കാത്തതൊക്കെ, അതെല്ലാം എടുത്ത് മാറ്റി പുതിയ ടിന്നുകളെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് വൃത്തിയാക്കി. അപ്പോഴേക്കും ഓൾമോസ്റ്റ് പണിയെല്ലാം ഒന്ന് ഒതുങ്ങി. പിന്നെ ഇനിയൊന്ന് തുടയ്ക്കാന്നുള്ള പരിപാടിയാണ്. അപ്പോഴേക്കും ഞാൻ ക്ലീൻ ചെയ്യുന്നതിലേക്ക് ലേശം കംഫർട്ടും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യണം. ഇത്തിരി കംഫർട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേക സ്മെല്ലാണ് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഇങ്ങനെ ക്ലീൻ ചെയ്ത് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു മോപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഈസിയാണ് നമുക്ക് ക്ലീൻ ചെയ്യാൻ. മാത്രമല്ല പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു അഴുക്ക് മിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലോറിൽ നമ്മൾക്ക് ഇങ്ങനെ ഈസി ആയിട്ട് വെള്ളം സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഈ മോപ്പിൻ്റെ ഒരു ഭയങ്കര ഗുണമെന്ന് പറഞ്ഞാൽ ചെറിയ പൊടിയും എന്തെങ്കിലും മുടിയോ അഴുക്കുകളോ എല്ലാം ഉണ്ടെങ്കിൽ നമുക്കത് ഫുള്ളിങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്കത് ഫ്ലോറിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ടിഷ്യൂ എല്ലാം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് എടുത്ത് മാറ്റിയാൽ മാത്രം മതി. മാത്രമല്ല അതിൻ്റെ താഴ്ഭാഗത്തുള്ളൊരു ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാനും പറ്റുന്നതാണ്. അത് വലിയൊരു ഉപകാരമാണ് ആ ഒരു മോപ്പിൻ്റെ. അപ്പം ആ ഒരു പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മോളൊന്ന് ഉറങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഇനി കുറച്ച് പണികളൂടെയൊക്കെ ബാക്കിയുണ്ട്. അതുമെല്ലാം തനിയെ വീട്ടിൽ നിന്ന് എടുക്കുന്ന ഡ്രസ്സുകളെല്ലാം ഭയങ്കര മെസ്സിയായിട്ട് കിടക്കുവാണ്. അവർ തനിയെ പോയി വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ മോളും കൂടെ ഉറങ്ങിയത് കൊണ്ട്
പെട്ടെന്ന് ആ തുണികളെല്ലാം കുറച്ചൊന്ന് അടുക്കി പറക്കി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് മാറ്റാനുള്ള കുറച്ച് ചീത്തയായ ഡ്രസ്സുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് മാറ്റി. പിന്നെ ബാക്കിയുള്ള വാൾഡ്രോബിലെ ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം നല്ല നീറ്റായിട്ട് ഇരിക്കുമായിരുന്നുകൊണ്ട് വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മാറ്റെല്ലാം പുറത്ത് തന്നെ വെയിലത്ത് കിടക്കുവാണ്. അപ്പം ഓൾമോസ്റ്റ് ഇതാണ് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു അവസ്ഥ. ഇപ്പോൾ വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ഫീൽ ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഒരു ക്ലീനിങ്ങൂടെ കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഫ്രഷ്നെസ് ആണ് ഇങ്ങനെ കയറുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ബെഡ്റൂമിലെയും കിച്ചണിലെയും ഹാളിലെയും എല്ലാം പണിയെല്ലാം കഴിഞ്ഞ് ഫുള്ള് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ നല്ല ആക്റ്റീവായിട്ട് നിന്നത് കൊണ്ടാണ് കേട്ടോ പണിയെല്ലാം പെട്ടെന്ന് കഴിഞ്ഞത്. അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെ അലമാരയെല്ലാം പിടിച്ച് ജസ്റ്റ് ഒരു കോർണറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലീനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.